ഹായ് ഡിയേഴ്സ്. ദ്വാവിക, ദുഃഖം എങ്ങനെയാ ഉണ്ടാവുന്നേ പറഞ്ഞേ? അറിയില്ല. അപ്പൊ ദുഃഖത്തിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാല് മോഹാണ്. ഇപ്പൊ ദ്വാവികക്ക് ഒരു നല്ല ബിഗ് ഡോളിനെ ഇഷ്ടപ്പെട്ടു. ദ്വാവികക്ക് അത് വേണമെന്നൊരു മോഹം വന്നു. അപ്പൊ അത് ദ്വാവിക അച്ഛനോട് പറഞ്ഞു. പറഞ്ഞപ്പോ അച്ഛൻ എന്താ പറഞ്ഞേ? അതിപ്പോ വാങ്ങിച്ചു തരൂലാന്ന്. അപ്പൊ ദ്വാവികക്ക് വിഷമമുണ്ടായോ? മനസ്സ് വേദനിച്ചോ? അപ്പൊ മനസ്സ് ദുഃഖം വന്നു. മനസ്സിൽ എന്തുകൊണ്ടാ ദുഃഖം വന്നേ? ദ്വാവികക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി. അതേപോലെ തന്നെ ദ്വാവിക എന്ത് ചെയ്തു? ദ്വാവിക കുരുത്തക്കെട്ട് കളിച്ചപ്പോ അച്ഛൻ ചീത്ത പറഞ്ഞു. ദ്വാവികക്ക് വിഷമിച്ചോ? സങ്കടായോ? അപ്പൊ അതാണ് നമ്മുടെ മോഹം ആണ് ദുഃഖത്തിന്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ മോഹമാണ്. അപ്പം നമ്മൾ എന്തിനെ കുറിച്ച്, അതായത് ഒരു വ്യക്തികളാവാം, അല്ലെങ്കിൽ ഒരു വസ്തുക്കളോടാവാം, എന്തിനോടെങ്കിലും നമ്മൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു അവഗണന ഉണ്ടാവുമോ, നമുക്ക് മനസ്സ് വേദനിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ചില മോഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കിട്ടുന്നതിനെ മാത്രം, അതായത് നമുക്ക് ഉള്ളത് വെച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ദ്വാവിക നല്ല ഹാപ്പി ലൈഫ് ഉണ്ടാവും. അല്ലേ? എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് അവരെ പോലെ വേണം, എനിക്ക് അവൻ്റെ കയ്യിലൊരു പെണ്ണുണ്ടല്ലോ, അതെന്നെ എനിക്ക് വേണം, അതെന്നെ ബുക്ക് വേണം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് എന്താണോ കിട്ടുന്നത് അതിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാം. താങ്ക് യു.